ഒരു സമ്മിശ്രമായ വികാരത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ലോക്സഭയിലേക്ക് 8ാം പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ട അംഗമെന്ന നിലയിൽ ശ്രീ രമേശ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് എനിക്ക് നൽകിയ ഈ ആദരവിന് ഞാൻ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. പ്രസംഗിച്ചാൽ പലതും നമുക്ക് തുറന്നു പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട്, അതൊരു വിവാദമാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രസംഗം എഴുതിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത്തരം വേദികളിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും. പക്ഷെ അത് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. അതിന് വലിയൊരു പക്ഷേ ശത്രുക്കൾ കൂടിയെന്ന് തോന്നിയേക്കാം. അതുകൊണ്ട് ഞാൻ ഒരു ദീർഘമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല, അത്തരത്തിലുള്ള ഒരു പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. എങ്കിലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കേരളത്തിലെ ദളിത് വിഭാഗങ്ങൾ അല്ലെങ്കിൽ ആദിവാസി വിഭാഗങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിസങ്കീർണമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനുള്ള ഒരു വേദി ഇവിടെ രൂപപ്പെടുത്തിയതിൽ ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രമേശ് ചന്ദ്രയെ ആദ്യമായി അഭിനന്ദിക്കുന്നു. ലോക്സഭയിൽ പുതുതായി ജയിച്ചു വന്ന എം പിമാരും 2ാം പ്രാവശ്യവും 3ാം പ്രാവശ്യവും എം പിമാരായവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എങ്ങനെയാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 8 പ്രാവശ്യം ജയിച്ചത് എന്നാണ്. എനിക്ക് അവരോട് മറുപടി പറയാൻ, കാരണം ഒരുപാട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും എന്നുള്ള നിലയിൽ കൃത്യമായി മറുപടി അല്ലെങ്കിൽ അതിന്റെ സുദീർഘമായി മറുപടി പറയാൻ കഴിയാതെ വന്നിട്ടുണ്ട്. എങ്കിലും പെട്ടെന്ന് അവർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. 8 പ്രാവശ്യം ലോക്സഭയിലേക്ക് ജയിക്കുക എന്ന് പറയുന്നത് അത് കേരളത്തിലെ സംവരണ മണ്ഡലത്തിൽ നിന്ന് 8 പ്രാവശ്യം ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ സംവരണ മണ്ഡലങ്ങളിൽ ആർക്കും 8 പ്രാവശ്യം ജയിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു അവസ്ഥ. എന്തുകൊണ്ടാണ് അങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിക്കുമ്പോൾ ജനങ്ങളോടൊപ്പം നിന്നാൽ, ജനങ്ങളുടെ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ നമുക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ അവരുടെ ഹൃദയം കീഴടക്കാൻ കഴിയും. ഏത് പ്രതികൂലമായ സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് ജയിച്ചു വരാൻ കഴിയും എന്നതാണ് എൻ്റെ വിജയത്തിന്റെ രഹസ്യം. ഒരുപാട് വിമർശനങ്ങൾക്ക് ഞാൻ വിധേയനായിട്ടുണ്ട്. ഇത്തവണയും മാധ്യമങ്ങൾ എന്നെ വല്ലാതെ വേട്ടയാണ്. അവർ പറഞ്ഞത് കേരളത്തിൽ 19 സീറ്റ് UDF ജയിക്കും, പക്ഷെ 1 സീറ്റ് തോക്കും, അത് ഞാനായിരിക്കുമെന്നാണ് സർവേകളിലൂടെയും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തത്. പക്ഷേ അതിനെയും അതിജീവിച്ചുകൊണ്ട് ഞാൻ ജയിച്ചു വന്നു എന്നുള്ളത് ഈ അവസരത്തിൽ. പിന്നിട്ട വഴികളിൽ ഒരുപാട് പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഞാനായതുകൊണ്ടാണ് ആ പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും അതിജീവിച്ച് ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്നെ പോലെ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് അതിജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് പലരും കടന്നു വന്നിട്ട് അവർക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാവുന്നത്. ഒരുപാട് ആക്രമണങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. രാഷ്ട്രീയമായ ആക്രമണങ്ങളും അതുപോലെ ഒരുപാട് പ്രതിസന്ധികളും എനിക്ക് നേരിടേണ്ടി വന്നു. ഒരു ഹൈക്കോടതിയിൽ ഒരു കേസുണ്ടായി, അതിനെ അയോഗ്യനാക്കി. പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ഞാൻ വിജയിച്ചു വന്നു. പിന്നെ പല തരത്തിലുള്ള ആക്രമണം, അതിനെയെല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞത് ഞാൻ വിദ്യാർത്ഥി രംഗത്തിന്റെ യുവജന രംഗത്തും അതിനുശേഷം പാർട്ടിയിലുമൊക്കെ നേടിയ ആ ഒരു മെയ്വഴക്കം തന്നെയാണ് എന്നതിൽ സംശയം. ഈ കടന്നു വന്ന വഴിത്താരയിൽ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നേതാക്കന്മാർ, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരുടെ കലവറയില്ലാത്ത പിന്തുണയും സ്നേഹവും വാത്സല്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം, ഞാൻ 10 പ്രാവശ്യം മത്സരിച്ചു, 8 പ്രാവശ്യം ജയിച്ചു, 2 പ്രാവശ്യം പരാജയം. സാധാരണഗതിയിൽ പരാജയപ്പെട്ടാൽ പിന്നെ തിരിച്ചു വരിക, ഒരു ലോക്സഭാ അംഗം തിരിച്ചു വരിക, പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾ തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. പക്ഷേ 2 പ്രാവശ്യം പരാജയപ്പെട്ടു പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടുത്തെ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും പറഞ്ഞു, ഞാൻ തന്നെ മതി, വീണ്ടും മത്സരിച്ചാൽ മതിയെന്ന്.
അങ്ങനെയാണ് വീണ്ടും എനിക്ക് മത്സരിക്കാൻ സാധ്യമായത്, വിജയിക്കാൻ കഴിയും. കഴിഞ്ഞ ചിലരൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ തുടർച്ചയായ മത്സരം മാറിക്കൊടുത്തുകൂടെ എന്ന വിമർശനം ഉന്നയിക്കുന്ന ആളുകളുണ്ട്, പാർട്ടിക്കകത്തും പുറത്തുണ്ട്. ഞാൻ കഴിഞ്ഞ ഈ പ്രാവശ്യം രമേശിനുണ്ട്, വി ഡി സതീശനുണ്ട്, ഞാൻ എന്നെ ഒഴിവാക്കണം, മത്സരരംഗത്ത് നിന്ന് എന്നെ മാറ്റണം, ഇനി എന്നെ ലോക്സഭയിൽ നിർത്തരുത് എന്ന് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയുണ്ടായി. പാർട്ടി വേദികളിൽ അഭ്യർത്ഥിച്ചു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇത്തവണ മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ഇതേ ആവശ്യം ഉന്നയിച്ചു. പക്ഷെ പാർട്ടി പറഞ്ഞു ഞാൻ തന്നെ മത്സരിച്ചാലേ പറ്റൂ, അല്ലെങ്കിൽ ആ സീറ്റ് നമുക്ക് വിജയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിൽക്കണം, നിന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അതനുസരിച്ച് മത്സരിച്ച ഒരാളാണ്. നിങ്ങൾക്കറിയാമോ, ഒരു സംവരണ മണ്ഡലത്തിൽ നിന്ന് 8 പ്രാവശ്യം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ലോക്സഭാ സീറ്റ് നിലനിർത്തിയ ഒരാളാണ്. 8 പ്രാവശ്യം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നിലനിർത്തിയാണ്, 8 പ്രാവശ്യം. അത് എന്റെ കഠിനാധ്വാനമാണ്. എനിക്ക് ആ പാർട്ടിയുടെ അവസരം തന്നപ്പോൾ, പാർട്ടി എനിക്ക് ഇത്തരം അവസരം തന്നപ്പോൾ അതൊരിക്കലും പാർട്ടിക്കൊരു ബാധ്യതയാകരുത്, അതൊരിക്കലും പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കരുത്. അതുകൊണ്ട് കഠിനാധ്വാനം, ആത്മാർത്ഥത, സത്യസന്ധത, അതാണ് എന്റെ പ്രവർത്തനത്തിന്റെ കൈമുതൽ. എന്നെ സംബന്ധിച്ച് ഞാൻ പിന്നിട്ട വഴികൾ ഒരിക്കലും മറന്നിട്ടില്ല. ഞാൻ എവിടെ നിന്ന് തുടങ്ങി, എങ്ങനെ സഞ്ചരിച്ചു, ഇവിടെ എങ്ങനെ എത്തി എന്ന് എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് കടന്നു വന്ന വഴികൾ, പിന്നിട്ട വഴിത്താരകൾ ഒരിക്കലും വിസ്മരിക്കാത്ത ഒരു ജനപ്രതിയായി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ടാണ് എപ്പോഴും താഴെത്തട്ടിൽ എത്രയൊക്കെ പദവികൾ ലഭിച്ചപ്പോഴും, ഏതൊക്കെ പദവികൾ, എന്തെല്ലാം പദവികൾ ലഭിച്ചപ്പോഴും ഞാൻ എവിടെ നിന്ന് തുടങ്ങി അവിടെ തന്നെ നിൽക്കുന്ന അതേ ഒരു പ്രവർത്തന ശൈലിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എന്റെ പ്രവർത്തനത്തിന്റെ വിജയം. തീർച്ചയായും നിങ്ങളുടെ എല്ലാവിധമായ സഹായവും ഈ അവസരത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗം നടക്കാറുണ്ട്, അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അടിവരയിട്ട് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. എന്നും ഒരു സാധാരണക്കാരനായി, ഏതൊക്കെ പദവികൾ എത്തിയാലും ഒരു സാധാരണക്കാരനായി ജനങ്ങൾക്കൊപ്പം, നാടിനൊപ്പം വളർത്തിയവരെ, കൈപിടിച്ചുയർത്തിയവരെ എപ്പോഴും ബഹുമാനിച്ചും ആദരിച്ചും മുന്നോട്ട് പോകും എന്ന് ഈ അവസരം പറഞ്ഞുകൊണ്ട് ഇത്രയും കാലത്തെ ജനപ്രതിനിധികളുള്ള പ്രവർത്തനത്തിലും പൊതുപ്രവർത്തന പ്രവർത്തനത്തിലും ഒരു തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമാകാതെ സംശുദ്ധമായ ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിലൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പാർട്ടി നൽകിയ അവസരങ്ങൾ അത് പരമാവധി സംരക്ഷിച്ചുകൊണ്ട് ആ അവസരങ്ങൾ പാർട്ടിക്ക് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സാധാരണ പ്രവർത്തനം എന്ന നിലയിൽ എനിക്കിന്ന് ഇവിടെ ലഭിച്ച ഈ ആദരവ് എന്നെ കൂടുതൽ എന്റെ പ്രവർത്തന മണ്ഡലത്തിൽ സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പ്രവർത്തിക്കാൻ എനിക്ക് ഊർജം പകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലോക്സഭയില് എന്റെ പ്രവർത്തനം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ, ലോക്സഭയിൽ ഞാൻ ഇന്നേവരെ പ്രവർത്തിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ വിഷയങ്ങളാണ് ലോക്സഭയിൽ ഉന്നയിച്ചിട്ടുള്ളത് എന്ന കാര്യം ഈ അവസരം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കും. ചിലരൊക്കെ പറയും 40 വർഷം MP ആയില്ലേ, 40 വർഷം ആയിട്ടില്ല, 27 വർഷമായിട്ടുണ്ട്. കാരണം 8 പ്രാവശ്യം ജയിച്ചെങ്കിലും പല ലോക്സഭയെ 5 വർഷം പൂർത്തിയാക്കിയില്ല. പിന്നെ 8ാമത് ഇപ്പൊ ജയിച്ചിട്ടേ ഉള്ളൂ. അതും കൂടെ കൂട്ടുമ്പോൾ ഈ പറയുന്ന, പക്ഷെ നമ്മൾ ഏതാണ്ട് 27-28 വർഷം ലോക്സഭയുടെ കണക്കനുസരിച്ച് വരുള്ളൂ. പല ലോക്സഭകളും ഇടയ്ക്ക് വെച്ച് ഡിസ്മിസ് ചെയ്തുകൊണ്ട് 40 വർഷമായില്ല, 28 വർഷമാണ്. നമ്മളെക്കാൾ കൂടുതൽ പ്രാവശ്യം MP-മാരായിരുന്നവരുണ്ടെങ്കിലും അവരൊന്നും വിമർശനത്തിന് വിധേയമാകുന്നില്ല. എന്നെ മാത്രമാണ് അക്കാര്യത്തിൽ വേട്ടയാടുന്നത്. അത് വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് എന്ന കാര്യം ഈ അവസരത്തിൽ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഒരിക്കൽ കൂടി ഈ സ്നേഹാദരവിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കട്ടെ. നന്ദി.